ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുരിങ്ങയ്ക്ക തോരൻ. അത് കുറച്ച് പൊട്ട് മുരിങ്ങയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കറിക്കൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്തെ സാധനം നമ്മൾ ചീകി എടുത്തതാണ് ഇത്. ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ച് ചീകി എടുത്താൽ അത് തോരൻ വെക്കാൻ നല്ലതാണ്. നമ്മൾ മുരിങ്ങയ്ക്കായുടെ അകത്തെ എല്ലാം ചിരണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിന് സവാള, ഞാനൊരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ 2 സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം നമുക്ക് 1 സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ ജീരകം 1/2 സ്പൂൺ കൂടെ കടുക് പൊട്ടുമ്പോഴേ ഇടണം. അതുകൂടെ പൊട്ടിക്കഴിയുന്ന ബാക്കി നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 ചെറിയ പച്ചമുളക്. ഇത് ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് ചെറിയ രീതി കട്ട് ചെയ്യാം. ഇവിടെ കൊച്ചു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വലുതായിട്ട് പച്ചമുളക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ, കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റും. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് സ്വല്പം കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഏകദേശം സവാളയും പച്ചമുളകും ഏകദേശം ഇത്രയും വഴന്നാൽ മതി. ഇനിയും നമുക്ക് ഇതിനാവശ്യമുള്ള മസാല ചേർക്കാം. മസാല എന്ന് പറയുന്നത് സ്വല്പം ഉപ്പ്. ഇതിപ്പോൾ സവാളയ്ക്കുള്ള ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു പൊടിയോളം മഞ്ഞൾ പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി. ഇത്രയാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത്. സവാളയ്ക്കും പച്ചമുളകിനും ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾ പൊടിയുമാണ് ചേർത്തത്. മഞ്ഞൾ ഇനി നമുക്ക് ചേർക്കേണ്ട, ഉപ്പ് നമ്മൾ പിന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ അകത്തെ ചീകി എടുത്ത സാധനം ഇടാം. അപ്പം ഇത് മുരിങ്ങയുടെ അകത്തുള്ള മുരിങ്ങയ്ക്കായുടെ ഏറ്റവും പോഷകസമൃദ്ധമായ സാധനമാണ് മുരിങ്ങയ്ക്ക. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് തീ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. അതിന് മുന്നേ ഞാൻ തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു. ഇതൊന്ന് വഴലണം. ഈ എണ്ണയ്ക്കകത്ത് മുരിങ്ങയ്ക്കായുടെ അകത്തെ സാധനം ഒന്ന് വഴന്ന് വരണം. ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്, വെള്ളമൊന്നും ഒഴിക്കണ്ട, 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് ആവി കയറ്റിയെടുക്കണം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അടപ്പ് മാറ്റി. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, നിങ്ങൾക്ക് ചതച്ച് ചേർക്കണേ ചേർക്കാം. ഞാൻ ചതച്ചൊന്നുമില്ല, ജസ്റ്റ് തേങ്ങ തിരുമ്മി എടുത്തുള്ള 1/2 മുറി തേങ്ങയാണ്. അതും ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇടാം. നേരത്തെ ഞാൻ പൊടിയോളം ഉപ്പേ ഇട്ടുള്ളൂ. ഇത്രയും ഉപ്പ്, 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് തന്നെ ഇരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ആവിയിലുള്ള വെള്ളം നേരത്തെ ഉള്ളത് വല്ലതും ഉണ്ടെങ്കിൽ പറ്റി ഈ തേങ്ങായും ഒന്ന് പച്ചമണം മാറി ജസ്റ്റ് ഇളക്കി തോത്തിയെടുത്താൽ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാണ്. ഒരു 5 മിനിറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ തോരൻ റെഡിയാകും. നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാണ്. ഒട്ടും വെള്ളവുമില്ല, നല്ല ഉപ്പ് എല്ലാം പാകത്തിന്, നല്ല സൂപ്പർ ടേസ്റ്റിലാണ് വന്നേക്കുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം. മുരിങ്ങയ്ക്ക തോരൻ തയ്യാർ.